ശബരിമല സ്വർണ്ണക്കൊള്ള കേസുമായി ബന്ധപ്പെട്ട് തന്ത്രി കണ്ഠരര് രാജീവരെ ഇഡി ഉടൻ ചോദ്യം ചെയ്യുമെന്നതാണ് അറിയാൻ കഴിയുന്നത്. SIT രജിസ്റ്റർ ചെയ്ത കേസിൽ തന്ത്രിക്ക് ജാമ്യം ലഭിച്ചതിന് പിന്നാലെയാണ് സമൻസ് അയക്കുന്നത്. കേസുമായി ബന്ധപ്പെട്ട് നേരത്തെ മുരാരി ബാബു അടക്കമുള്ളവരെ ഇഡി ചോദ്യം ചെയ്തിരുന്നു. അതേസമയം ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ SIT റിപ്പോർട്ട് ഇന്ന് വീണ്ടും ഹൈക്കോടതി പരിഗണിക്കും. ശ്രീകോവിലെ സ്വർണ്ണ സാമ്പിൾ പരിശോധന ജംഷഡ്പൂരിലെ ലാബിൽ പരിശോധിക്കുമെന്ന കാര്യം SIT കോടതിയെ അറിയിക്കുന്നുണ്ട്. വിവരങ്ങളുമായി കിരൺ കുമാർ ചേരുന്നുണ്ട്. കൊച്ചിയിൽ നിന്നും കിരൺ, നമ്മൾ ഇന്നലെ തന്ത്രിയുടെ ഒരു ജാമ്യം കിട്ടി പുറത്തേക്ക് വരുന്നത് കണ്ടു. സ്വാഭാവിക ജാമ്യമല്ല, തെളിവുകൾ ഇല്ല എന്നതാണ് കോടതി വ്യക്തമാക്കിയത്. അപ്പോൾ SITക്ക് പരാജയം സംഭവിച്ചോ എന്നുള്ള ചോദ്യങ്ങളുണ്ട്. മതിയായ തെളിവുകൾ ഹാജരാക്കാൻ SITക്ക് കഴിഞ്ഞില്ലേ എന്ന ചോദ്യമുണ്ട്. SIT ഇന്ന് എന്തൊക്കെ കാര്യങ്ങളായിരിക്കും ഹൈക്കോടതിയെ അറിയിക്കുക? ഏതായാലും ഈ ശബരിമല സ്വർണ്ണക്കൊള്ള കേസുമായി ബന്ധപ്പെട്ടുള്ള കേസ് ഇന്ന് SITയുടെ റിപ്പോർട്ട് അടക്കമുള്ള കാര്യങ്ങൾ ഹൈക്കോടതി വീണ്ടും പരിഗണിക്കുകയാണ്. ഇതിനിടയിൽ തന്നെയാണ് ഏതായാലും തന്ത്രിയെ ചോദ്യം ചെയ്യുന്നതിന് വേണ്ടിയുള്ള നീക്കം അത് EDയുടെ ഭാഗത്തു നിന്നും ആരംഭിച്ചിരിക്കുന്നത്. ഈ കേസിൽ EDയുടെ അന്വേഷണം പുരോഗമിക്കുകയാണ്. നേരത്തെ തന്നെ ഈ കേസുമായി ബന്ധപ്പെട്ടുള്ള പലരെയും ED ചോദ്യം ചെയ്തിരുന്നു. SITയുടെ കേസിൽ പ്രതികളായിട്ടുള്ളവരും ഒപ്പം തന്നെ SIT ചോദ്യം ചെയ്യാനായിട്ട് വിളിപ്പിച്ച ആളുകളെയൊക്കെയാണ് ആദ്യഘട്ടത്തിൽ ED ചോദ്യം ചെയ്തിരുന്നത്. അതിൽ ഭൂരിഭാഗം ആളുകളും തന്നെ നിലവിൽ SIT കേസിൽ അറസ്റ്റിലായിട്ടുള്ള പ്രതികളൊക്കെ ജാമ്യം ലഭിച്ച് പുറത്തിറങ്ങിയതിന് ശേഷം മാത്രമാണ് ED ഇവരെ ചോദ്യം ചെയ്യുന്നതിന് വേണ്ടിയുള്ള നീക്കങ്ങൾ നടത്തിയിരുന്നത്. കഴിഞ്ഞ 41 ദിവസമായി തന്നെ തന്ത്രി ഈ കേസുമായി ബന്ധപ്പെട്ട് റിമാൻഡിലായിരുന്നു. ഇന്നലെയാണ് തന്ത്രിക്ക് ജാമ്യം ലഭിച്ചത്. ഈ ജാമ്യം ലഭിച്ചതിന് പിന്നാലെ തന്നെ തന്ത്രിയെ ചോദ്യം ചെയ്യുന്നതിനുള്ള നീക്കമാണ് പ്രധാനമായിട്ടും EDയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത്. ഏതായാലും നേരത്തെ SIT സമർപ്പിച്ചിട്ടുള്ള റിപ്പോർട്ട് അടക്കമുള്ള കാര്യങ്ങൾ ED പരിശോധിക്കുന്നുണ്ട്. ഇതിൽ നിന്നും തയ്യാറാക്കുന്ന ചോദ്യാവലി അനുസരിച്ച് തന്നെയായിരിക്കും ED തന്ത്രിയെയും ചോദ്യം ചെയ്യുക. മാത്രമല്ല ED നടത്തിയ പരിശോധനയിലടക്കം വിവിധമായിട്ടുള്ള തെളിവുകളൊക്കെ എല്ലാം ലഭിച്ചിരുന്നു. ഈ തെളിവുകൾ കൂടി പരിഗണിച്ചുകൊണ്ടുള്ള കാര്യങ്ങൾ തന്നെയായിരിക്കും പ്രധാനമായിട്ടും ചോദ്യം ചെയ്യുക. ഇനി ചോദ്യം ചെയ്തതിന് ശേഷം തുടർ നടപടികൾ ഉണ്ടാകും. അത് ഏത് തരത്തിലേക്ക് കാര്യങ്ങൾ പോകുമെന്നുള്ളൊരു കാര്യമാണ് ഇനി കണ്ടറിയേണ്ടത്. നേരത്തെ ഈ SIT അവരുടെ പ്രതിപട്ടികയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള ആളുകളെയൊക്കെ ഒന്നും തന്നെ EDയുടെ അത്തരത്തിലൊരു പ്രതിപട്ടിക ഒന്നും തയ്യാറാക്കിയിട്ടില്ല. എന്നിരുന്നാൽ പോലും ED പലരെയും ചോദ്യം ചെയ്ത് അതിൽ പ്രതിപട്ടികയിൽ ഉൾപ്പെടുത്തണോ എന്നടക്കമുള്ള കാര്യങ്ങൾ തന്നെയാണ് പ്രധാനമായിട്ടും പരിശോധിക്കുന്നത്. നേരത്തെ ഈ പ്രതിഭാഗം, അതായത് തന്ത്രിയുടെ അഭിഭാഷകനടക്കം കഴിഞ്ഞ ദിവസം കോടതിയിൽ വാദിച്ച ചില കാര്യങ്ങളുണ്ട്. തന്ത്രി എന്നുള്ളത് ആചാരപരമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നതിന് വേണ്ടിയുള്ള വ്യക്തിയാണ്. മറ്റ് ഭരണകാര്യങ്ങളിലേക്ക് തന്ത്രിക്ക് ഇടപെടാൻ കഴിയില്ല. ഈ സ്വർണ്ണക്കൊള്ള നടക്കുമ്പോൾ പോലും അദ്ദേഹം ഈ ദേവന്റെ അനുമതി നൽകുക മാത്രമാണ് ചെയ്തിട്ടുള്ളത്. മറ്റു കാര്യങ്ങളൊക്കെ തീരുമാനിച്ചിട്ടുള്ളത് അത് ദേവസ്വം ബോർഡാണ് എന്നുള്ളൊരു കാര്യം തന്നെയായിരുന്നു ഈ പ്രതിഭാഗം അഭിഭാഷകർ നേരത്തെ കോടതിയിൽ വാദിച്ചിരുന്നത്. എന്നാൽ SIT അവരുടെ കാര്യങ്ങളിൽ പറയുന്നത്, SIT പറയുന്ന റിപ്പോർട്ടിൽ പറയുന്നത് പ്രധാനപ്പെട്ട കാര്യം തന്ത്രിയുടെ അറിവുണ്ടായതിനെ തുടർന്നാണ് ഈ കൊള്ള നടന്നിരിക്കുന്നത്. തന്ത്രിയുടെ അനുമതിയോടുകൂടി തന്നെയാണ് ഈ കൊള്ള നടന്നിട്ടുള്ളത് എന്നുള്ളൊരു കാര്യമാണ്. ഏതായാലും അത്തരത്തിലൊരു നിഗമനത്തിലേക്ക് ED കടക്കുന്നില്ല എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ആദ്യഘട്ടത്തിൽ ഏതായാലും ചോദ്യം ചെയ്യും. നേരത്തെ ഈ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസറായിട്ടുള്ള ജയശ്രീ, ഒപ്പം തന്നെ മുരാരി ബാബു അടക്കമുള്ള ആളുകളെയൊക്കെ ED ചോദ്യം ചെയ്തതാണ്. കഴിഞ്ഞ ദിവസമാണ് നടൻ ജയറാം അടക്കമുള്ള ആളുകളെയും ED ചോദ്യം ചെയ്തത്. ഏതായാലും ജാമ്യം ലഭിച്ച് പുറത്ത് ഇറങ്ങിയതോടുകൂടി തന്നെ തന്ത്രിയെയും വരും ദിവസങ്ങളിൽ നോട്ടീസ് നൽകി വിളിച്ചു വരുത്താൻ തന്നെയാണ് EDയുടെ ഭാഗത്തു നിന്നുള്ള നീക്കം. തീർച്ചയായും ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ തന്ത്രി കണ്ഠരര് രാജീവരെ ED ഉടൻ ചോദ്യം ചെയ്യാനാണ് സാധ്യത. SIT രജിസ്റ്റർ ചെയ്ത കേസിൽ തന്ത്രിക്ക് ജാമ്യം ലഭിച്ചതിന് പിന്നാലെയാണ് ഈ സമൻസ് അയക്കുന്നത്. കേസുമായി ബന്ധപ്പെട്ട് നേരത്തെയൊക്കെ മുരാരി ബാബുവിനെ അടക്കം ഉള്ളവരെ ED ചോദ്യം ചെയ്തിരുന്നു എന്നുള്ളതാണ്. എന്തായാലും സ്വർണ്ണക്കൊള്ള കേസിൽ പുതിയ റിപ്പോർട്ട് SIT ഇന്ന് ഹൈക്കോടതിയിൽ നൽകും എന്നതാണ് മനസ്സിലാക്കാൻ കഴിയുന്ന വിവരങ്ങളാണ് കൊച്ചിയിൽ നിന്നും കിരൺ കുമാർ നൽകിയത്.